നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. बॉम्ब ब्लास्ट हुआ है लाल किले के सामने. ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം മാറാതെ രാജ്യം, നീതി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. All those responsible will be brought to justice. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ്. രാജ്യമെങ്ങും കനത്ത ജാഗ്രത. ഉന്നതതല യോഗം വിളിച്ച അമിത്ഷാ. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന സൂചന. കാർ ഓടിച്ച പുൽവാമ സ്വദേശി മുഖ്യ സൂത്രധാരനെന്ന് സംശയം. ഉമർ നബിയുടെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച് പോലീസ്. ഉമർ വീട്ടിലെത്തിയിട്ട് 2 മാസമായെന്ന് കുടുംബാംഗങ്ങൾ. അന്വേഷണം ഏറ്റെടുത്ത NIA. ഡൽഹി സ്ഫോടനത്തിൽ ഫരീദാബാദ് റെയ്ഡിൽ പിടിയിലായ ഡോക്ടർമാർക്ക് പങ്കെന്ന് കണ്ടെത്തൽ. ഉമർ നബിയും പിടിയിലായ ഡോക്ടർമാർ അനന്തനാഗിലെ ഒരുമിച്ച് പ്രവർത്തിച്ചവർ. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഡൽഹിയിലെത്തിച്ചത് ഇന്നലെ രാവിലെ. കാർ ഉടമയായ പുൽവാമ സ്വദേശി കസ്റ്റഡിയിൽ. പിടിക്കപ്പെടാതിരിക്കാൻ കാറിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയത് 4 തവണ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രത. റെയിൽവേ സ്റ്റേഷനുകളിലും തിരക്കേറിയയിടങ്ങളിലും പരിശോധന തുടരുന്നു. സുരക്ഷാ പരിശോധനയ്ക്കായി യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് വിമാനത്താവള അധികൃതർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്ത ATS. ബീഹാറിൽ 2ാം ഘട്ടത്തിലും മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് 122 മണ്ഡലങ്ങളിൽ. പോളിംഗ് ശതമാനം 40 കടന്നു. എല്ലാ ബൂത്തുകളിലും കർശന സുരക്ഷ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാതെ 3 മുന്നണികളും. കോഴിക്കോട്ടും LDF സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി. കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ഇന്ന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. ട്രെയിനിൽ ആക്രമണം നേരിട്ട പെൺകുട്ടിയെ കണ്ടു. മന്ത്രിയുടെ സന്ദർശനം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണം നിലനിൽക്കെ. ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു. ഭീകരാക്രമണം സംബന്ധിച്ച് നിർണായക തെളിവുകൾ ഉദ്യോഗസ്ഥർ അമിത്ഷായ്ക്ക് കൈമാറി. മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബിയുടെ മാതാവും സഹോദരങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ്. ചാവേർ ആക്രമണ സാധ്യത തെളിയിക്കാൻ മാതാവിന്റെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചു. ഒരു വനിതാ ഡോക്ടറടക്കം സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ 4 ഡോക്ടർമാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അതിനിടെ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ ഭൂട്ടാനിലുള്ള മോദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ നാളെ ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ക്യാബിനറ്റ് യോഗം ചേരും. All those responsible will be brought to justice. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉടൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, വളരെ ഗൗരവത്തോടെയാണ് രാജ്യം ഈ
സ്ഫോടനത്തെ കാണുന്നത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വാക്കുകൾ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇപ്പോൾ നമുക്കിനി ഒരു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കുകൂടെ, ഒരു സ്ഥിരീകരണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അത്രത്തോളം തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ആ തെളിവുകളെല്ലാം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മുന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11 മണിക്ക് നടന്ന കൂടിക്കാഴ്ചയിൽ കൃത്യമായ വിവരങ്ങളെല്ലാം അമിത്ഷായെ ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ മുതൽ കളക്ട് ചെയ്ത എല്ലാ തെളിവുകളും ആഭ്യന്തരമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കും. അതിനുശേഷം നരേന്ദ്രമോദി ഭൂട്ടാനിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ തന്നെ ഇന്ത്യയിലെത്തി ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷം കൃത്യമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഒരു ആക്രമണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്താൻ ഈ ഭീകരർ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ പ്രധാനമായും ഉമർ നബി, ഡോക്ടറായിട്ടുള്ള ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ റെയിൽ സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തിയത്. അതിൽ അയാൾ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇയാളുടെ അമ്മയുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ച് അതുമായി DNA പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുകയാണ്. DNA സാമ്പിൾ പരിശോധിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ അമ്മയെയും അതുപോലെ അയാളുടെ 2 സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളുടെ കുടുംബത്തിലെ 5 പേരുടെ മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ തന്നെ ഫരീദാബാദിൽ പിടിയിലായിട്ടുള്ള മുസമ്മിൽ ഗനായ്, അതുപോലെ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ അദീൽ, അതുപോലെ ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ പള്ളിയുടെ ഇമാം, ഇത്രയും പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന ഹാജരായിരിക്കുകയാണ്. ഇവരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് മനസ്സിലാവുന്നത്. ഇയാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രധാനമായ സ്ഥലത്ത് ഒരു ആക്രമണം നടത്തുമെന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇയാളുടെ മാതാവ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു തനിക്ക് പഠിക്കാനുണ്ട്, തന്നെ ഇനി ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ വ്യക്തമാണ് ഇയാൾ എന്തോ കാര്യമായി പ്ലാൻ ചെയ്യുകയായിരുന്നുവെന്നും അതുപോലെ കഴിഞ്ഞ 2 മാസമായി വീട്ടിലെത്തിയിട്ടില്ല എന്നും കൂടി കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന അദീലും അനന്തനാഗിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് ഇപ്പോൾ ഫരീദാബാദിലെ അൽഫല എന്ന് പറയുന്ന ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഇയാൾ മറ്റ് കുട്ടികളെ കൂടി, ഇയാളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകളെ കൂടി ഈ തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ അടക്കം അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ, അതായത് 2013 മോഡൽ ഹ്യുണ്ടായി i20 ഹിമാചൽ പ്രദേശ് ഹരിയാന രജിസ്ട്രേഷനാണ്. അപ്പോൾ ഈ കാറ് 4 ആളുകളാണ് കൈമാറി വന്നത്. അങ്ങനെ ഈ കാർ ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് ഈ കാർ അവർ വാങ്ങിച്ചത്. പിന്നീട് പിടിക്കപ്പെടാതിരിക്കാൻ പലയിടത്തായി കൊണ്ടുപോയി പല ആളുകളുടെ പേരിലേക്ക് മാറ്റി. അങ്ങനെ ഇന്നലെ, അതായത് ഈ സ്ഫോടനം നടക്കുന്ന ആ ദിവസമാണ് ഈ കാർ ഡൽഹിയിൽ എത്തിച്ചത്. ഇന്നലെ രാവിലെ 7:20 ഹരിയാനയിൽ ഈ കാർ ഫരീദാബാദിൽ തന്നെ ഈ കാർ സ്പോട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഡൽഹിയിലെ പലയിടങ്ങളിൽ ടോൾ ബൂത്തിലടക്കം ഡോക്ടർ ഉമർ ആണ് ഈ കാർ ഓടിച്ചെത്തിയതെന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കറുത്ത മാസ്ക് ഉപയോഗിച്ച് ഡൽഹിയിലെ പലയിടങ്ങളിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് വൈകുന്നേരത്തോടു കൂടി ചെങ്കോട്ടയ്ക്ക് സമീപം കാർ 3 മണിക്കൂറോളം പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി അവിടുന്ന് കാർ പതുക്കെ മൂവ് ചെയ്ത് മെട്രോ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സിഗ്നലിൽ എത്തുന്നു. അവിടെ വെച്ച് ഈ കാർ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. 9 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇതിൽ നിന്നും വലിയൊരു പ്ലാൻ ആയിരുന്നു ഈ സംഘത്തിനുണ്ടായിരുന്നത്. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ പോലീസ് പിടികൂടിയപ്പോൾ അത് തന്നിലേക്കും പോലീസ് ഉടൻ എത്തുമെന്ന് മനസ്സിലാക്കി. അഭിലാഷ്, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിയിലായ ഡോക്ടർമാർ, ഫരീദാബാദിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടർമാർ, നമുക്ക് ജാഗ്രത കുറവുണ്ടായോ എന്ന വലിയ ചോദ്യം ഉയരുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള മറുപടിയും ആ രീതിയിലായിരിക്കും. കാരണം പരിശോധന കർശനമാക്കിയിരുന്നു. ആ 2 ഡോക്ടർമാർ 2 ആഴ്ചയ്ക്കുള്ളിൽ പിടിയിലാകുന്നു. അവർക്കൊപ്പം താമസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദം ഉമറിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ, അല്ലെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാൾ നേരത്തെ, അല്ലെങ്കിൽ ഈ രീതിയിൽ സ്ഫോടനം നടത്തേണ്ടി വന്നത്. അങ്ങനെയൊക്കെയാണോ അന്വേഷണത്തിന്റെ ഗതി പോകുന്നത്?
അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒന്നും നടക്കാതെ പോകുന്നതിനേക്കാളും എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തൻ്റെ കൂട്ടാളികൾ പോലീസിന്റെ പിടിയിലായതനുസരിച്ച് അതിനുശേഷം ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തണമെന്ന്, താൻ പിടിയിലാവുന്നതിന് മുമ്പ് ഒരു ആക്രമണം രാജ്യ തലസ്ഥാനത്ത് നടത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ചെങ്കോട്ടയിലേക്ക് ഇയാൾ ഈ കാറും ഡ്രൈവ് ചെയ്തെത്തുന്നത്. മാത്രമല്ല ഇയാളുടെ കൂട്ടാളികളിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം തന്നെ പിടികൂടിയിട്ടുണ്ട്. 2560 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയത്. മാത്രമല്ല തീര നിറച്ച തോക്കുകളും AK-47 അടക്കമുള്ള തോക്കുകളും വനിതാ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അടക്കം പിടികൂടിയ ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം അനന്തനാഗിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ കൂടാതെ ആ ആശുപത്രിയിലെ മറ്റു ഡോക്ടർമാരോ വിദ്യാർത്ഥികളോ ഇവർക്കൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. UAPA ചുമത്തിയാണ് ഇപ്പോൾ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ? കാരണം ഈ പിടിയിലായവരും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന ആളുമായി ജെയ്ഷെ മുഹമ്മദിന്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ പിടിയിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീൻ, അവർക്ക് ഈ ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന് കിട്ടിയ തിരിച്ചടിക്ക് പ്രതികാരം എന്നോണമാണോ ഇത്തരത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകുന്നുണ്ട്. മാത്രമല്ല ഒക്ടോബർ 30-ന് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡറായിട്ടുള്ള സൈഫുള്ള സൈഫി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കണ്ട് തങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട, തങ്ങളുടെ തലവനായിട്ടുള്ള ഹാഫിസ് സെയ്ദി ബംഗ്ലാദേശിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷണം ബംഗ്ലാദേശിലേക്ക് കൂടി നീളുമോ? ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് ആണോ ലഷ്കർ ഇ തോയ്ബയുമായിട്ടാണോ ബന്ധം എന്നുള്ള കാര്യങ്ങൾ അടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്ന ചോദ്യം അത് ഈ ഘട്ടത്തിലും ഉറപ്പിച്ച് പറയാനായിട്ടില്ല എങ്കിൽ പോലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ജെയ്ഷെ മുഹമ്മദ് എന്ന സൂചന നൽകുന്നു. കാർ ഓടിച്ച പുൽവാമ സ്വദേശി അയാൾ മുഖ്യ സൂത്രധാരൻ എന്ന സംശയമാണിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉമർ നബിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉമർ നബിയുമായി കുറച്ച് കാലങ്ങളായി ബന്ധമൊന്നുമില്ല എന്ന് വേണമല്ലോ അല്ലെ നമ്മൾ മനസ്സിലാക്കാൻ. 2 മാസമായി വീട്ടിലേക്ക് എത്തിയിട്ട് എന്ന് പറയുന്നു. നമ്മുടെ തന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടർ അവിടെ പോവുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ വളരെ ചെറിയൊരു വീടാണ്, അവർ അവിടെ ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബമായി താമസിക്കുകയാണ്. അത്തരത്തിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അശ്വതി, അതെ, ഇപ്പോൾ ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ, അതായത് അമ്മയും സഹോദരങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലാണെങ്കിലും ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി നമ്മുടെ പ്രതിനിധി പുൽവാമയിലെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ 2 മാസമായി ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ അവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ട്, പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മയുമായി സംസാരിച്ചിരുന്നു. അതായത് ഈ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അമ്മയുമായി സംസാരിച്ചിരുന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഇത്തരത്തിൽ തൻ്റെ ഫോണിലേക്ക് ഇനി വിളിക്കരുത്, തനിക്ക് പഠനത്തിന്റെ തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും പിന്നീട് തിരിച്ചു വിളിച്ചപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ തന്നിലേക്ക് പോലീസോ മറ്റ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ തൻ്റെ അടുത്തേക്ക് ആരും എത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാകും മാതാവിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെ ഇനി ഫോണിൽ വിളിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും മാത്രമല്ല കുടുംബത്തിലെ മറ്റുള്ളവർ പറയുന്നത് ഇയാൾ അധ്യാപകനാണ്, 2020 മുതൽ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അയാൾക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തങ്ങളോടൊന്നും പങ്കുവച്ചിട്ടില്ല, തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു അറിവുമില്ല എന്നുള്ള കാര്യമാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഇവരുടെ എല്ലാവരുടെ ഫോണുകളും ഇപ്പോൾ കർശനമായ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുസമ്മിൽ അടക്കമുള്ള ഷഹീൻ അടക്കമുള്ള അദീൽ അടക്കമുള്ള ആളുകൾ, മാത്രമല്ല ഗുജറാത്തിൽ നിന്ന് മൊഹീദ്ദീൻ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറോട് പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഫോൺ കോളുകളും അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചു വരികയാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ഇവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല അമേരിക്കയുടെ സഹായം അമേരിക്ക വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ള കാര്യങ്ങളിലടക്കം
ശരി, അഭിലാഷ്. സഹായം നൽകുമെന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. വൻ ആഘാതത്തിലാണ് ഉമർ നബിയുടെ കുടുംബാംഗങ്ങൾ. വീട്ടിലെത്തിയിട്ട് 2 മാസമായി എന്നും പ്രത്യേക ഒരു പ്രകൃതക്കാരനാണ് ഈ ഉമർ എന്നുമാണ് അവർ പ്രതികരിച്ചത്. ന്യൂസ് 18 പ്രതിനിധി ഇഷാൻ വാനി ഉമർ നബിയുടെ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. पहले ही उनको ले गए थे 10 बजे माँ को आज सवेरे लेट गए वो लोग। ये सर्च भी हुआ यहाँ पे? हाँ हो गई तलाशी, आप देख सकते हो। So the immediate family of Dr. Umar who was saying that they had no clue about if he had any role or if he had anything to do with any of these activities, but he was a doctor. This is his house that we are inside right now, and this is a small house located in Pulwama. This is a few kilometers away from where we were reporting earlier, and the woman we just spoke to is the wife of his brother. And you will notice that this small area around this place is where Dr. Umar lived, and few years back, as his family has pointed out, that he moved out of Kashmir Valley to pursue a job there. And my VJ will be able to show you, this is the residence of Dr. Umar. And police has thoroughly searched the entire house since yesterday, and they have been trying to ensure that they are able to bring those clues and leads together so that they could establish the crime. But the family is in shock. Most of those who could be possibly related to the family have been taken into custody, and the further investigation is underway. But as we spoke to his family, they are saying that they had no clue about if he was going to do any of this incident, this sort of nature. He has never had any kind of radicalization in his mind, and he was never radicalized, and he was always friendly to people. But the fact is that today, the path that Umar has chosen is something which has shocked the family, though the investigation is underway. This entire episode of Pulwama is there because this entire area where people have been picked up is within the radius of 5 to 6 kilometers. 1. 2, this doctor Umar was also working in the same hospital where Dr. Adil was working, who was first seen pasting the posters on the outskirts of Srinagar, and later on an AK-47 rifle was recovered from his Anantnag hospital where he was working earlier. So both of them were working in the same hospital. So that's why all the Faridabad, UP and Haryana and Jammu and Kashmir links are being right now connected, and the investigation is underway to find if they could find any further leads and if there are any further people who could be part of this group or planning to carry out any. महीने पहले आया था 2 महीने पहले वो यहाँ आया था। तो क्या कुछ बातचीत हुई थी और वो काम क्या कर रहे थे? वो एज ए प्रोफेसर वहाँ पढ़ा रहे थे। तो इस इंसिडेंट के बारे में कब आपने सुना ऐसा हुआ है? हमने तो इससे पहले नहीं, उसने तो फोन भी किया था फ्राइडे को। तो क्या बातचीत हुई थी जब उसने फोन बस किया? यही मैंने उसे कहा कि घर आ जाओ, यहाँ पे कुछ प्रॉब्लम चल रही है, इनको जवाब दो, जो भी होगा आमने सामने बात करेंगे, पता चलेगा आपको भी, हमें भी पता चलेगा, हम भी बेफिक्र रहेंगे। हमें बहुत ज्यादा फिक्र लगी है। तो उन्होंने क्या कहा था? आने का कुछ कहा? हाँ, उसने कहा था 3 दिन के बाद मैं आऊंगा। उसने पहले ही हमें फोन किया था, बोला था कि लाइब्रेरी में मेरा एग्जाम है, मैं लाइब्रेरी में प्रिपरेशन करूंगा और बच्चों को भी एग्जाम है। ये बात हमने पहले ही डिक्लेयर उसने की थी। उसके बाद हमें कुछ पता नहीं। तो डॉक्टर उमर कहाँ रहते थे बाहर, जहाँ वो किस लोकेशन में रहते थे? फरीदाबाद। इतना हमें पता है, मतलब थोड़ा थोड़ा पता है, ज्यादा तो पता नहीं। फरीदाबाद। कब से रह रहे हो? पिछले 2 साल या 3 साल। तो काम वगैरह का कहाँ वो काम कर रहे थे, क्या काम कर रहे थे? कुछ एज ए प्रोफेसर वो काम कर रहे थे वहाँ, वो मुझे नहीं पता कहाँ थे। लास्ट टाइम कब घर आए हो? मैंने कहा ना 2 महीने पहले। तो पुलिस कब आई आपके पास और क्या कुछ कहा पुलिस ने कल आपसे? कुछ भी नहीं कहा, उन्होंने उनको ले लिया, बोला कि हमें थोड़ी सी पूछताछ करनी है, बस नथिंग मोर। उससे ज्यादा कुछ नहीं कहा उन्होंने। सब को ले गए, अभी मामा को ले गए, बोला उससे उसके साथ बात करनी है। मैंने कहा चलो कोई बात। अभी जो आए पुलिस। तो डॉक्टर उमर के पास कोई गाड़ी वगैरह थी अपनी या कुछ? मुझे नहीं पता। हमारे घर में मामूली सी गाड़ी है, ये कह सकते हैं मामूली सी गाड़ी है, खटारा। आप देख भी सकते हो। बस उसके बाद हमें कुछ नहीं पता उसके पास क्या था क्या नहीं था। वो ज्यादा बातें भी नहीं करता था, बस अपने काम में मशगूल रहता था। लेकिन ये मतलब आज की एक्टिविटी नहीं है। वो आज हमारे साथ ज्यादा बातें नहीं करता। वो तो पहले से ऐसा बंदा था, खाली नमाज कुरान बस। मतलब आप इमेजिन नहीं कर पाओगे कि वो ऐसा बंदा भी ऐसा कर सकता है। इमेजिन नहीं कर पाओगे। आपको कहाँ से खबर मिली कि उन्होंने ऐसा कल किया हुआ है जो आप
DSP आया था ना, SP आया था. ओके. അതാണ് ഉമർ നബിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. 2 മാസമായി ഉമർ വീട്ടിലെത്തിയിട്ട് ഒരു പ്രത്യേക പ്രകൃതക്കാരനായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അയാൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞത് ഞാൻ പരീക്ഷയുടെ തിരക്കിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ന്യൂസ് 18 പ്രതിനിധിയോട് കുടുംബാംഗങ്ങൾ സംസാരിച്ചത്. ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ജെയ്ഷെ മുഹമ്മദ് എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, പക്ഷെ അത് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. നേരത്തെ മുൻപുണ്ടായ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയെക്കുറിച്ച്, അവരുടെ ആക്രമണത്തിന്റെ ഒരു രീതി, അതേക്കുറിച്ച് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഈ ആക്രമണം എവിടെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, 2 കാര്യങ്ങളാണ് പറയാൻ കഴിയുന്നത്. ഒന്ന്, ജെയ്ഷെ മുഹമ്മദ് എന്നതാണ് ഇപ്പോൾ ബലമായി സംശയിക്കുന്ന ഒന്ന്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ തെളിവുകൾ ഒക്കെ ലഭ്യമാകേണ്ടതുണ്ട്. എങ്കിലും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ആക്രമണ രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് 1999 രൂപം കൊണ്ട അന്ന് മുതൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ആക്രമണ രീതി ഈ തരത്തിലേക്ക് ആത്മഹത്യാ സ്ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇവരാണ് ആക്രമണം നടത്തിയതെങ്കിലും ഇവരുടെ മുൻ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻ ആക്രമണമെല്ലാം ഇവർക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന കാലത്ത് അവർ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക വാഹന വ്യൂഹത്തിന് നേരെയൊക്കെയുള്ള വലിയ ആക്രമണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. വലിയ ഇൻ്റലിജൻസ് ആവശ്യമായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഏത് സമയവും നേരിടാൻ പാകത്തിലുള്ള ഒന്നാണ് സൈനിക വ്യൂഹത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തുക എന്നുള്ളത്. പ്രധാനമായും ഇവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ലഷ്കർ എ തൊയ്ബയെ ചേർന്ന് 2001 നടത്തിയ പാർലമെൻറ്റ് ആക്രമണമാണ്. അതാണ് ഇന്ത്യയിൽ നടത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയാം. 2001 ഒക്ടോബർ 1 കാശ്മീരിലെ ശ്രീനഗറിൽ നിയമസഭാ മന്ദിരത്തിന് തൊട്ടടുത്ത് നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിലൂടെയാണ് ഇവർ ജെയ്ഷെ മുഹമ്മദ് 99 രൂപം കൊണ്ട ജെയ്ഷെ മുഹമ്മദ്, നമുക്കറിയാം കണ്ടഹാർ വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ട് ഈ ഒരു യാത്രികൻ്റെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മസൂദ് അസറാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ. ISIയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ മസൂദ് അസറിനെ ഉപയോഗിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ സേന എന്ന പേരിൽ ഒരു ഭീകര സംഘടന കൊണ്ടുവന്നത്. അന്ന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രധാനമായും വിശകലനം ചെയ്തിരുന്നത് അന്ന് ലഷ്കർ എ തൊയ്ബ അതിശക്തമായി നിൽക്കുകയാണ്. ലഷ്കർ എ തൊയ്ബ പാകിസ്ഥാൻ ISIയുടെ നിയന്ത്രണത്തിന് മുകളിലായി, അല്ലെങ്കിൽ ISIയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ലഷ്കർ എ തൊയ്ബയുടെ ശക്തി വർദ്ധിച്ചിരുന്നു. ആ സമയത്ത് ലഷ്കർ എ തൊയ്ബയെ അല്പം ദുർബലമാക്കുക, അല്ലെങ്കിൽ മറ്റൊരു ശക്തിയെ കൂടി വളർത്തുക എന്ന് ലോകത്താകമാനം ഇത്തരം ശക്തികളൊക്കെ, ഇത്തരം ഭീകര സംഘടനകളൊക്കെ ഇത്തരം രഹസ്യാന്വേഷണ സംഘടനകളുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു തന്ത്രം, അത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അന്നത്തെ പ്രധാന വിശകലന വിദഗ്ധരൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിനെ അവർ രൂപം നൽകിയതും ജെയ്ഷെ മുഹമ്മദിനെ വളർത്തിയതും എന്നൊക്കെയാണ്. അതിന് പ്രധാന തെളിവായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മസൂദ് അസറിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കണ്ടഹാർ വിമാന റാഞ്ചലിൻ്റെ വിഷയത്തിൽ ഇന്ത്യയിൽ അതിനു മുമ്പ് ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ അയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തിച്ചത് ISI ആണ്. അതിനുശേഷം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പണപ്പിരിവിന് വേണ്ടി പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലാകെ കൊണ്ടു നടന്നത് ISIയുടെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഒക്കെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനമായും കശ്മീരിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ആക്രമണം നടത്താൻ വേണ്ടി പ്രധാനമായും പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പവും ISIയുടെയൊക്കെ കൂട്ടാളികളായി തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ചിരുന്നു. 2001 ഒക്ടോബർ ശ്രീനഗറിലെ പുറത്ത് നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിലൂടെയാണ് അവർ ഇന്ത്യയിൽ ആദ്യ പ്രധാനപ്പെട്ട ആക്രമണം നടത്തുന്നത്. പിന്നീടാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം, ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മുന്നിൽ നാണക്കേടായ പാർലമെന്റ് ആക്രമണം നടത്തുന്നത്. അതിനുശേഷമാണ് ഇന്ത്യ അതിശക്തമായ രീതിയിലേക്ക് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ഇത്തരം ശക്തികൾക്ക് നേരെയൊക്കെ ജാഗ്രത കൂടുതൽ ശക്തമാക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം പിന്നീട് ദീർഘകാലം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലേക്ക് ഇന്ത്യ എല്ലാവിധ പഴുതുകളും അടച്ചുള്ള സുരക്ഷയിലേക്ക് ഇന്ത്യ വന്നിരുന്നു. 2016 ജനുവരി 2 അത് പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷന് നേരെയായിരുന്നു ആക്രമണം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു എയർഫോഴ്സിൻ്റെ സ്റ്റേഷന് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇന്നലെ ചെയ്ത പോലെ ചന്തയിൽ കൊണ്ടുപോയി ആക്രമണം നടത്തുമല്ലോ. അതിനുശേഷവും അവർ നടത്തിയത് പുൽവാമ ആക്രമണമാണ്. അതും മിലിറ്ററിക്ക് നേരെയായിരുന്നു, മിലിറ്ററിയുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു. 2024 ജമ്മിയിലെ കത്തുവൽ ആക്രമണം നടത്തിയതും ഇന്ത്യൻ ആർമിയുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു. അത്തരം ആക്രമണങ്ങളൊക്കെ നടത്തണമെങ്കിൽ കൂടുതൽ ശക്തിയും ഇൻ്റലിജൻസും ഒക്കെ ആവശ്യമാണ്. അതിൽ നിന്ന് എന്തായാലും അവർ പിന്നോക്കം പോയിരിക്കുന്നു. അപ്പോൾ ശക്തി ക്ഷയിക്കുന്ന സമയത്ത് അവരുടെ ശക്തി അറിയിക്കാൻ വേണ്ടി ഉള്ള എളുപ്പമാർഗ്ഗമാണ് ഇത്തരം ഭീകര സംഘടനകളെല്ലാം തന്നെ ആൾക്കൂട്ടത്തിനടുവിലേക്ക് ഏതെങ്കിലും ചാവേറുകളെ ഇത്തരത്തിൽ കാറിൽ ബോംബുമായി കടത്തിവിടുക, അവിടെ സ്ഫോടനം നടത്തുക. അത്തരത്തിലൊന്നാണ് ഇന്നലെ നടന്നതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതെല്ലാം ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിശദവിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണ് ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശക്തമായ മതേതരത്വം ഉടയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. കുറ്റവാളികളെ പിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശക്തമായി മുന്നോട്ട് വരും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൻ്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം
ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം, അതിനു വേണ്ടുന്ന ജാഗരൂകത ഇതെല്ലാം പുട്ട് ഇൻ പ്ലേസാണ്. ഏറ്റവും വലിയ മെഷ് വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും, ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും സുരക്ഷ ശക്തമാക്കി. കേരള പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന്റെ മൂല്യം തന്നെയാണ് അതിന് കാരണവും. ഇവിടെ സാധാരണഗതിയിൽ കേരള പോലീസിന്റെ പരിശോധനയാണുള്ളത്. ഇപ്പോൾ കേരള പോലീസിന്റെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇവിടെ പരിശോധനാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. ഇവിടെ വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് ബാഗുകൾ അടക്കം പരിശോധിച്ചാണ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ രാത്രിയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷാ നിർദ്ദേശം വന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം വലിയ തിരക്കുള്ള സമയം കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. കൊണ്ടുവരുന്ന ആളുകളുടെ ബാഗൊക്കെ പുറത്തെടുത്തുള്ള പരിശോധനയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇത് ജാഗ്രത, രാജ്യമാകെയുള്ള അതിജാഗ്രത പിൻവലിക്കുന്നതുവരെ ഇത്തരം പരിശോധനകൾ തുടരും. കേരള പോലീസിന്റെ സുരക്ഷാ വിഭാഗം നേരത്തെ തന്നെ ഇവിടെ ഈ സുരക്ഷാ ചുമതലയിലുള്ളതാണ്. കേരള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവർ ഈ സാധാരണഗതിയിൽ ഈ IRB സ്ക്വാഡും ക്ഷേത്ര സുരക്ഷാ ചുമതലയുണ്ടെങ്കിൽ പോലും പരിശോധനകൾക്ക് അവരെ പങ്കെടുപ്പിക്കാറില്ല, പരിശോധനകൾക്ക് അവർ എത്താറുമില്ല. പക്ഷേ ഈ ഡൽഹി ബ്ലാസ്റ്റിന്റെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടികളിലൂടെ കൂടി കടന്നു പോകുന്നത്. എല്ലാ നടകളിലും, ക്ഷേത്രത്തിലെ എല്ലാ നടകളിലും ഇത്തരം പരിശോധനകൾ നടത്താനാണ് തീരുമാനം. ഇത് അതീവ സുരക്ഷാ പ്രഖ്യാപനമുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പരിശോധനകളുമായി മുന്നോട്ട് പോകും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം, എയർ സ്ട്രിപ്പുകളിൽ, എയർ ഫീൽഡുകളിൽ, എയർഫോഴ്സിന്റെ സ്റ്റേഷനുകളിൽ, ഹെലിപാഡുകളിൽ, വിമാനത്താവളങ്ങളിൽ, വിഴിഞ്ഞം തുറമുഖത്തടക്കം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. 3 ദിവസം ഈ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടാകും. വരുന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ച്, വാഹനങ്ങളിൽ വരുന്ന ആളുകളെ അടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടുന്നത്. മറ്റ് വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഇന്നലെ തന്നെ പരിശോധന ഉണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിലും ഈ വായുമാർഗത്തിലെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ രീതിയിലുള്ള പരിശോധനയുണ്ട്. കടൽ തീരങ്ങളിൽ സമാനമായ പരിശോധനയുണ്ട്. വിഴിഞ്ഞം വളരെ തന്ത്രപ്രധാനമായ തുറമുഖമാണ്, രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്ത് സമാനമായ പരിശോധനയുണ്ട്. അങ്ങനെ അതിജാഗ്രതയിലാണ് രാജ്യം. അതിന്റെ എല്ലാ പരിശോധനകളും എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും തലസ്ഥാനത്തും കേരളത്തിൽ പൊതുവിലുമുണ്ട്. സജിത്ത, ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും പരിശോധന. സൌത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം KSRTC സ്റ്റാൻഡ്, ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. പോലീസ്, RPF, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം കർശന പരിശോധനയാണ് പുരോഗമിക്കുന്നത്. കൊച്ചി നഗരത്തിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ്, ഒപ്പം റെയിൽവേ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ്, RPF എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് മറ്റ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, KSRTC, എറണാകുളം KSRTC സ്റ്റാൻഡ് തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കാരുടെ ലഗേജുകളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും RPF, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ന് ദിവസം മുഴുവനും തന്നെ വിവിധയിടങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന യാത്രക്കാരുടെ ലഗേജുകളെല്ലാം തന്നെ ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന സാഹചര്യമാണ്
ഇപ്പോൾ കാണുന്നത്. ഒപ്പം റെയിൽവേ പോലീസും ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ചില ആളുകളുടെ ഈ സംശയാസ്പദമായി ഉള്ള ചില ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ആ രീതിയിലുള്ള പരിശോധനയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് ഉടനീളം പരിശോധന കർശനമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലും എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ എത്തുന്ന ഇടങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഇടങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് കൃത്യമായി തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. ആളുകളുടെ സാധനങ്ങൾ തുറന്ന് പരിശോധിക്കുന്ന ഒരു തരത്തിലേക്ക് പോലും ഇത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. KSRTC സ്റ്റാൻഡിലടക്കം പരിശോധന ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനവും. പ്രത്യേകിച്ച് കൊച്ചി നമുക്കറിയാം മെട്രോ സ്റ്റേഷൻ, ആലുവ, KSRTC സ്റ്റാൻഡ് എന്നിവിടങ്ങളിലുമൊക്കെ വലിയ ആളുകൾ കൂടുന്നൊരിടമായതിനാൽ ആ തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ എല്ലായിടങ്ങളും പ്രത്യേകിച്ച് ജനക്കൂട്ടം കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ കർശന പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ RPFും ഒക്കെ അറിയിക്കുന്നത്. ക്യാമറമാൻ KP ധനോഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബീച്ച്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ജനങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ പരിശോധനകളാണ് കോഴിക്കോട് നഗരത്തിലും പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, കടപ്പുറം എന്നിവിടങ്ങളിൽ പ്രത്യേക പരിശോധനകൾ നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസിലെ മറ്റു ഉദ്യോഗസ്ഥരും മെറ്റൽ ഡിറ്റക്ടറുകളടക്കം ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇരിക്കുന്ന ബാഗുകൾ, മറ്റ് ആളുകൾ കാത്തിരിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ചാക്കുകൾ, മറ്റ് സൂക്ഷിച്ചിരിക്കുന്ന സാമഗ്രികൾ എന്നിവയിലും പോലീസ് പരിശോധന നടത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കഴിയുന്ന ബാഗുകൾ, ചാക്കുകൾ അല്ലെങ്കിൽ മറ്റ് അജ്ഞാത വസ്തുക്കൾ എന്നിവ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകുന്നു. ഒപ്പം ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നുവെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലടക്കം ബസ്സുകളിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഉപേക്ഷിച്ച നിലയിൽ കാണുന്ന ബാഗുകൾ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടോ എന്ന പരിശോധനകളും നടത്തുകയാണ്. എന്തായാലും കർശനമായ സുരക്ഷാ പരിശോധനകളാണ് നടക്കുന്നത്. 24 മണിക്കൂറും ജനങ്ങൾ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിൽ, ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തും എന്നും പോലീസ് അറിയിക്കുന്നു. ശരി, രാജ്യം എന്തായാലും കനത്ത സുരക്ഷയിലാണ്, ജാഗ്രതയിലാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. രാവിലെ 11 മണി വരെ 31.38% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കിഷൻഗഞ്ച് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 34.74% ഇവിടുത്തെ പോളിംഗ്. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഏറ്റവും പുതിയ വിവരം. അശ്വതി, കനത്ത പോളിംഗ് തന്നെയാണ് ബീഹാറിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ 11 മണിവരെയുള്ള കണക്കുകളാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 31.38% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മണി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു 40% മുകളിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് രേഖപ്പെടുത്താനായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് രണ്ട് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പോളിംഗ് ശതമാനം ഉയർന്നതിലൂടെ അവർ വെളിവാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലൊക്കെ ഇത്രയധികം പോളിംഗ് രേഖപ്പെടുത്തിയില്ലായിരുന്നു. 20% മാത്രമായിരുന്നു പോളിംഗ് ശതമാനം 11 മണിയൊക്കെ പിന്നിടുമ്പോൾ കഴിഞ്ഞിരുന്നത്. അത്തരത്തിൽ വളരെ കുറഞ്ഞ പോളിംഗ് ആയിരുന്നു മുൻകാലങ്ങളിലൊക്കെ ബീഹാറിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ സ്ഥിതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളുമൊക്കെയായി രണ്ട് മുന്നണികളും രംഗത്തുണ്ടായിരുന്നു. നിതീഷ് സർക്കാരിൻ്റെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവരെല്ലാം ഈ ഒരു ഘട്ടത്തിൽ, ഈ രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അവർ ജനവിധി നേടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണയും വിജയിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് NDA മുന്നിട്ടുള്ളത്. അതേസമയം ഈ വികസന മുരടിപ്പും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും ഒക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ചർച്ചാ വിഷയമായി എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ RJD ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. അതുമെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സാമുദായിക വോട്ടുകൾ വളരെയധികം പ്രതിഫലിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാറിലേത്. അതിൽ മുകേഷ് സഹാനിയുടെ ഒരു കടന്നുവരവ് അത്
മുൻകാലങ്ങളിൽ ഈ മഹാസഖ്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സമുദായ വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ ഇത്തവണ തിരികെ ലഭിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. അതേസമയം ജനപ്രിയ പദ്ധതികൾ, സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികൾ, അതൊക്കെ തങ്ങൾക്ക് അനുകൂല വോട്ടായി മാറുമെന്ന് അവർ NDAയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കിഷൻഗഞ്ച് ജില്ലയിലാണ് എന്നുള്ളതാണ്. 34.74% ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മധുബാനി ജില്ലയിൽ ആണ് ഏറ്റവും കുറവ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ പോലും തന്നെ 30% മുകളിൽ മധുബാനി ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള ജില്ലകളുടെ കണക്കുകൾ കൂടി നോക്കാം നമുക്ക്. അതിൽ ഗയയിൽ 34.07%, ജാമുയിൽ 33.69%, ഔറംഗാബാദിൽ 32.88%, ഒപ്പം തന്നെ ബംഗയിൽ 32.91%, പൂർണിയയിൽ 32.94%, പശ്ചിമ ചമ്പാരനിൽ 32.39% എന്നിങ്ങനെയാണ് ഓരോ ജില്ലകളുടെയും കണക്കുകൾ വരുന്നത്. മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ പോളിംഗ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. നവാഡയിൽ 29.02 എന്നിങ്ങനെ രീതിയിലാണ് ഓരോ തരങ്ങളിലും അല്ലെങ്കിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഒരു കനത്ത പോളിംഗ് ആണ്. അതിൽ വലിയ പ്രതീക്ഷയാണ് മുന്നണികൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം, മഹാസഖ്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് മുന്നണികൾ. തലസ്ഥാന നഗരഭരണം നിലനിർത്താനും പിടിച്ചെടുക്കാനും ഒരുങ്ങുന്ന 3 മുന്നണികളിലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. തർക്കങ്ങൾ കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടില്ല. BDJSുമായുള്ള തർക്കം പരിഹരിക്കാത്തതിനാൽ BJPയും 30ലേറെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വിമത ഭീഷണി അടക്കം UDFിലും പ്രശ്നങ്ങൾ ബാക്കിയാണ്. തലസ്ഥാന നഗരസഭയിൽ 3 മുന്നണികളിലും ഉൾപാർട്ടി പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നുണ്ട്. UDFിലാകട്ടെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിരവധി മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. തർക്കം അവസാനിച്ചിട്ടില്ല. ഇനി ചില സീറ്റുകളിൽ കൂടി UDFിലെ സ്ഥാനാർത്ഥികൾ വരാനുമുണ്ട്. ഇടതുമുന്നണിയിലും 93 സീറ്റുകൾ മാത്രമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. CPMന്റെ അടക്കം ചില വാർഡുകളിൽ വലിയ തർക്കം ഇപ്പോഴുമുണ്ട്. മറ്റ് ഘടകകക്ഷിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. അങ്ങനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയവും പൂർണ്ണമായി ഇതുവരെ വന്നിട്ടില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. തൊട്ട് പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങുകയും ചെയ്യാം. BJPയിലും പ്രശ്നങ്ങളുണ്ട്. 30ലേറെ സീറ്റുകൾ BJP ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. BDJSുമായാണ് പ്രധാനമായ തർക്കം. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്ന് BDJS ആണ്. അവരുമായുള്ള തർക്കമാണ് BJPയിലെ സ്ഥാനാർത്ഥി നിർണയം, അന്തിമ സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കുന്നത്. ഇന്നും നാളെയും കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ, ചില വാർഡുകളിൽ BJPയിലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെയും വലിയ എതിർപ്പുണ്ട്. അവിടെയും വിമത ഭീഷണി അടക്കം 3 മുന്നണികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. 25 സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. മേയർ സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടേണ്ട എന്ന ധാരണയിലാണ് കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിലും ഇടതുമുന്നണിയിലും പൂർത്തിയാവുകയാണ്. കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കോൺഗ്രസിൻ്റേത് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഒരു ആദ്യഘട്ട പട്ടിക എന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇത് വന്നേക്കാവുന്നത്. ചിലയിടങ്ങളിൽ UDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചകളിലെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കൊച്ചിൻ കോർപ്പറേഷനിലടക്കം പൂർത്തിയാകാനുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റേത് ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അത് പൊതുവിലും തന്നെയും ചില വാർഡുകളിൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു പരസ്പര ധാരണയോടെ വാർഡുകൾ വെച്ചു മാറുന്ന രീതിയിലേക്കടക്കം വന്നിട്ടുണ്ട്. ചിലയിടത്ത് വനിതാ സംവരണ വാർഡുകളും എല്ലാം തന്നെ വന്ന സ്ഥിതിക്കാണ് ഈ രീതിയിൽ നിലവിലുള്ള ചില സിറ്റിംഗ് കൗൺസിലർമാർ തൊട്ടടുത്ത വാർഡുകളിലേക്കടക്കം ഒരു ധാരണയോടുകൂടി മാറാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏതുവിധേനയും ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം അത് UDF നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ തങ്ങളുടെ കോൺഗ്രസിനകത്തുനിന്ന് ഉണ്ടായ വിമതരെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണി ഭരണം 5 വർഷം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് വല്ലാത്തൊരു ക്ഷീണം കോൺഗ്രസിനും UDFിനും എല്ലാം തന്നെ ജില്ലയിൽ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അത്തരം രീതികളിൽ ഇല്ലാതിരിക്കുക എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നതായി DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് വിമതർ ഇല്ലാത്ത തന്നെ രീതിയിൽ സീറ്റ് പ്രഖ്യാപനം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു വിമത ശല്യം എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. ഇത്തവണ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ജില്ലയുടെ ചുമതല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പുകളിൽ എമ്പാടും തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കുറേ നാളുകളായി UDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം തന്നെ അവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇടതുമുന്നണി ക്യാമ്പിലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകുകയാണ് എങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയിലേക്കെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇടതുമുന്നണിയും കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം പൊതുവിൽ ഒരു ആത്മവിശ്വാസം വിമതരില്ലാതെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നത് അണികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആദ്യ ചുവട് വയ്ക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് CPM അടക്കം മുന്നോട്ട് പോകുന്നത്. ജില്ലയിൽ പൊതുവിലും ഒരു അപ്രമാദിത്വം UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അത് തുടരാനായിട്ട് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പുകളിലുള്ളത്. എന്നാൽ തങ്ങൾക്ക് തിരിച്ച് പിടിക്കാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെ നിലനിർത്താൻ കഴിയും, മറ്റ് നഗരസഭകളിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുണ്ട്. ഒപ്പം 2020 കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു എന്നത് മുന്നണികൾക്ക് സൃഷ്ടിക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. ആരുടെ വോട്ട് ചോരുമെന്നത് അതും നിലനിൽക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ സംബന്ധിയായ കാര്യങ്ങളിലുള്ള പ്രധാന പ്രത്യേകതകൾ. കോട്ടയത്ത് കോൺഗ്രസ് സഹയാത്രികൻ ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് കൂറുമാറി. ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മത്സരിക്കാനിരിക്കെയാണ് ജിം അലക്സ് മറുകണ്ഠം ചാടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളിലെ സീറ്റ് വിഭജനമൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ചില നാടകീയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. മുൻ കോൺഗ്രസ് നേതാവ്, കഴിഞ്ഞ കുറേ കാലമായി തന്നെ കോൺഗ്രസ് സഹയാത്രികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റുമാനൂരിലെ നേതാവ് കൂടിയായ ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിൽ ചേരുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ പല ഘട്ടങ്ങളിലായി കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ജിം അലക്സ് അതിന് വഴങ്ങിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയെങ്കിലും ജിം വഴങ്ങിയില്ല. കഴിഞ്ഞ കുറേ കാലമായി ജിം പാർട്ടി നേതൃത്വവുമായി ഏതാണ്ട് ഫലത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പദവികളൊന്നും ജിമ്മിന് നൽകിയിരുന്നില്ല. അതേസമയം തന്നെ 2015 തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിമത നീക്കങ്ങൾ ജിം നടത്തുകയും ചെയ്തതാണ്. അന്ന് പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് 14,000-ൽ പരം വോട്ടുകൾ അന്ന് ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ ജിം നേടിയിരുന്നു. ഇത്തവണയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അതിരമ്പുഴ ഡിവിഷനിൽ തന്നെ ജിം മത്സരിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതായത് അന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധി, അന്ന് UDFിലായിരുന്നു കേരള കോൺഗ്രസ് എം, അവർക്ക് ഏതാണ്ട് 12,000 വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. KP പോൾ എന്ന സ്ഥാനാർത്ഥിയായിരുന്നു. മഹേഷ് ചന്ദ്രൻ, DYFയുടെ ചുമതല ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന മഹേഷ് ചന്ദ്രൻ അന്ന് 15,000 വോട്ട് നേടി ഒന്നാം സ്ഥാനത്തെത്തുകയും വിജയിക്കുകയും ചെയ്യുന്നു. അതായത് പരമ്പരാഗത കോട്ടയാണ് അതിരമ്പുഴ UDFിൻ്റെ. അവിടെ LDFന് വിജയിക്കാൻ കഴിഞ്ഞത് ജിം അലക്സിൻ്റെ ഒരു വിമത നീക്കത്തിലൂടെയാണ് എന്നുള്ളതാണ്. ഇത്തവണയും അങ്ങനെ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴികയിലാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആത്മവിശ്വാസം അതൊരു പരമ്പരാഗത UDF കോട്ടയാണ്. ജിം അലക്സ് മത്സരിക്കാനെത്തുമ്പോൾ, അതൊരു ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുമ്പോൾ രാഷ്ട്രീയ പോരാട്ടം നടക്കും. അവിടെ തങ്ങളുടെ UDF കോട്ട എന്ന നിലയിൽ തങ്ങൾക്ക് തന്നെ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDFും ഒക്കെ മത്സരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒരു ത്രില്ലിംഗ് പോരാട്ടം, അതിശക്തമായൊരു പോരാട്ടത്തിന് അതിരമ്പുഴ ഡിവിഷൻ വേദിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ജില്ലയിൽ UDFിലെ സീറ്റ് ചർച്ച ഇന്നും നാളെയൊക്കെ വീണ്ടും തുടരും. നാളെയോടുകൂടി ഒരു അന്തിമമായ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം ഡിവിഷൻ മുസ്ലിം ലീഗ് ചോദിച്ചിരുന്നു, പക്ഷേ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് അറിയിച്ചു. ജോസഫ് ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റ് എടുത്തു കൊടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ ജോസഫ് ഗ്രൂപ്പിൽ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഏറ്റുമാനൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുൻ ചെയർപേഴ്സണായിരുന്ന വനിതയെ കേരള കോൺഗ്രസ് എമ്മിൽ എത്തിച്ചിരുന്നു. ഇനിയും മറുകണ്ഠം ചാടിക്കൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കായിരിക്കും കോട്ടയം രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രാഷ്ട്രീയം വേദിയാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
കോഴിക്കോടേക്ക് എത്തുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി. RJDയുടെ വാർഡുകളെ ചൊല്ലിയാണ് തർക്കം. നടക്കാവ്, മാവൂർ, ആഴ്ചവട്ടം ഡിവിഷനുകളിൽ RJDക്ക് വിട്ടുനൽകി. അവശേഷിക്കുന്ന രണ്ടിടത്ത് CPM നിർദ്ദേശിക്കുന്ന ഡിവിഷനുകളിൽ മത്സരിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് RJDയുടെ നിലപാട്. അതേസമയം ചാലപ്പുറം സീറ്റ് CMPക്ക് വിട്ടുനൽകിയതിലെ ചൊല്ലി കോൺഗ്രസിലും ചേരിപ്പോര് രൂക്ഷമാണ്. കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാനില്ല എന്നാണ് വിമത നേതാക്കളുടെ തീരുമാനം. RJD മത്സരിക്കുന്ന സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് LDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായി നിൽക്കുന്നത്. നേരത്തെ 5 സീറ്റുകൾ RJDക്ക് മത്സരിക്കാൻ നൽകുമെന്ന് LDFിൽ ധാരണയായിരുന്നു. ഇതിൽ നടക്കാവ്, മാവൂരോട് ഒപ്പം ആഴ്ചവട്ടം സീറ്റുകൾ നൽകാമെന്ന് അറിയിക്കുകയും അതിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അവശേഷിക്കുന്ന 2 സീറ്റുകൾ RJD നിർദ്ദേശിക്കുന്ന ഇടത്ത് നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. CPM മുന്നോട്ട് വയ്ക്കുന്ന 4 ഡിവിഷനുകളിൽ നിന്നും 2 ഡിവിഷനുകളിൽ ഏതെങ്കിലും RJD തെരഞ്ഞെടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പാലിക്കാൻ കഴിയില്ല. പാർട്ടിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉള്ള ഇടങ്ങളിൽ സീറ്റ് വേണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ ചൊല്ലി ഇപ്പോഴും വലിയ തർക്കം തുടരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോഴിക്കോട്ടെ LDF സംവിധാനം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറുവശത്ത് 22 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പ്രചരണ രംഗത്ത് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ചും ചാലപ്പുറത്തെ CMP സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചിട്ടുകൂടി പ്രവർത്തകർ കൂട്ടമായി തന്നെ പാർട്ടി വിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് വിടുകയാണെന്ന് ഇന്നലെ നേതൃത്വത്തിന് പരാതി നൽകിയ അയൂബ് അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാനില്ല, കോൺഗ്രസിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. 2-3 വോട്ടുകൾ മാത്രം കോർപ്പറേഷൻ പരിധിയിലുള്ള CMPക്ക് 2 സീറ്റുകൾ വിൽക്കുകയാണ് നേതൃത്വം ചെയ്തത്. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഉപാധിയിലാണ് സീറ്റുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ നൽകാൻ കഴിയാത്തതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഒപ്പം റിബൽ സ്ഥാനാർത്ഥിയുമായി മത്സരരംഗത്തിറങ്ങാനുള്ള ആലോചനകളുമുണ്ട്. ഒരുപക്ഷെ അയൂബ് തന്നെ മത്സരരംഗത്തിറങ്ങാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വതന്ത്രനായി തുടർന്നോ അതോ മറ്റ് മുന്നണികളുമായി ചേർന്ന് മത്സരിക്കണമെന്ന കാര്യത്തിലൊക്കെ വൈകാതെ തീരുമാനം ഉണ്ടാവും എന്നാണ് അയൂബും പ്രവർത്തകരും പറയുന്നത്. മറുവശത്ത് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു പറ്റം സീറ്റുകൾ BJP പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം ബാക്കി സീറ്റുകളിൽ ധാരണയാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 7 ഇടത്ത് മാത്രമാണ് 2015 തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ വർഷം 22 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ സീറ്റ് വീതം കാര്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കൃത്യമായ കണക്കുകൂട്ടൽ നടത്തി ഓരോ സ്ഥലത്തെയും വിജയ സാധ്യതകൾ പൂർണ്ണമായും കണക്കിലെടുത്താണ് ഈ സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഏറ്റവും ഒടുവിൽ VM ബിനു സിനിമാ പ്രവർത്തകനെ, സംവിധായകനെ ഒക്കെ എത്തിക്കുന്നതിനുള്ള നീക്കം നടന്നിരുന്നു. എന്നാൽ അദ്ദേഹം മത്സരരംഗത്ത് അറിയിച്ചു എങ്കിൽ പോലും കോൺഗ്രസിൽ ചില അവസാന വട്ട ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശോഭിത മത്സരിച്ചിരുന്ന വാർഡിലാണ് ബിനു മത്സരിക്കേണ്ടത്. ശോഭിതയ്ക്ക് ഉചിതമായ മറ്റ് വാർഡുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. KC അബു എന്ന മുതിർന്ന നേതാവിന്റെ മകൾ കൂടിയാണ് ശോഭിത. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു ധാരണ ആവാത്ത ഒരു സാഹചര്യം. ഒപ്പം കോൺഗ്രസ് വിജയ സാധ്യതയുള്ള മറ്റ് ചില വാർഡുകളിലും സമാനമായ ചില തർക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവശേഷിക്കുന്ന പട്ടിക പ്രഖ്യാപനം നടക്കാതിരിക്കുന്നത്. എന്തായാലും 3 മുന്നണികളിലും കാര്യമായ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി അടക്കമുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വടക്കേവിള ഡിവിഷനിലാണ് കേണൽ S. ഡിന്നി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്കും വിഭ്രാന്തി തുടങ്ങിയെന്നും സുരേഷ് പ്രതികരിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ? അപ്പൊ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്.
അച്ഛന്റെ വാർഡിൽ മത്സരിക്കുന്നത് മകൾ എന്ന നിലയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരിയായി കൂടിയാണെന്ന് തൃപ്തി രാജു. പട്ടം വാർഡിലെ CPI സ്ഥാനാർത്ഥി തൃപ്തി ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെ മകളാണ്. തിരുവനന്തപുരം നഗരസഭയിൽ പട്ടം വാർഡിൽ CPIക്ക് വേണ്ടി മത്സരിക്കുന്നത് തൃപ്തി രാജുവാണ്. തൃപ്തി രാജു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായില്ല. രാജു തൃപ്തിക്കൊപ്പം നിൽക്കുന്ന ആളെ കൂടി കാണിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാകും. ഇത് PK രാജു തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയറായിരുന്നു. PK രാജുവിന്റെ മകളാണ് തൃപ്തി രാജു. ഇത്തവണ അച്ഛന്റെ വാർഡ് നിലനിർത്താൻ CPI നിയോഗിച്ചിരിക്കുന്നത് തൃപ്തിയാണ്. തൃപ്തി അച്ഛന്റെ മകൾ എന്ന രീതിയിൽ മാത്രമല്ല സംഘടനാ രംഗത്തും എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് അല്ലേ? എന്തായിരുന്നു സഫിലും? അതെ, ഞാൻ കുഞ്ഞിലെ ബാലവേദിയുടെ പ്രവർത്തകയായിരുന്നു. പിന്നീട് ഞാൻ ബാലവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി. പിന്നീട് ഞാൻ ASFന്റെ ജില്ലാതലത്തിലും സംസ്ഥാനതല നേതാവായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ AYFന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഇപ്പോൾ നിലവിൽ ഞാൻ CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഈ അച്ഛന്റെ ഒരു 5 വർഷത്തെ കൌൺസിലർഷിപ്പ് കണ്ടു കാണുമല്ലോ സ്വാഭാവികമായിട്ടും. ആ തിരക്കുകളും നോക്കാൻ മുമ്പ് അച്ഛനോട് പല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുമാണ്. എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരാൻ അല്ലെങ്കിൽ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ കാര്യം എന്തായിരുന്നു? ഞാൻ കുഞ്ഞിലെ മുതലേ അദ്ദേഹത്തിന്റെ കറകളഞ്ഞ രാഷ്ട്രീയ സ്നേഹവും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതവും കണ്ടു വളർന്ന ഒരാളാണ്. അദ്ദേഹം AYFന്റെ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ നഗരത്തിൽ നമ്മുടെ അനന്തപുരിയുടെ നഗരവീഥികളിൽ ഉണ്ടായ സമരങ്ങളെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. രക്തക്കറ നിറഞ്ഞ ഷർട്ടുമായിട്ടൊക്കെ അദ്ദേഹം വീട്ടിൽ വന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് പിന്നീട് മാസങ്ങളോളമുള്ള ജയിൽവാസവും എല്ലാം കണ്ടു വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ ഒരു പാർട്ടിയോട് അമിതമായ ഒരു സ്നേഹവും ഭയങ്കരമായിട്ടുള്ള ആരാധനയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിതത്തിലുടനീളം ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. അതിന് പിന്തുടർന്നുകൊണ്ടാണ് ഇങ്ങനെ ഓരോ. പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ 10ാം ക്ലാസ് വരെ സെന്റ് മേരീസ് പട്ടം സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ പട്ടം ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ബിരുദം പഠിച്ചത് ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ്. പിന്നീട് ഞാനിപ്പോൾ PG IGNOU യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയാണ്. നിലവിൽ ഞാൻ LLBയുടെ നിയമ വിദ്യാർത്ഥിനിയാണ്. കേരള ലോ. പഠനത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൂടി ഇറങ്ങുന്നത് അല്ലേ? അതെ അതെ, പഠനത്തിനിടെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. ഈ എന്താണ് മകൾക്ക് നൽകാനുള്ള ഉപദേശം? മകളെന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിരവധി സമര പോരാട്ടങ്ങൾ നടക്കുമ്പോൾ കൈക്കുഞ്ഞായിരുന്നു. മകളെ പ്രസവിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ജയിലിലായിരുന്നു. എൻ്റെ ഒറ്റ ഉപദേശമുള്ള കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കും. മകളെന്നുള്ള ഒരു മുൻഗണനയും കൊടുത്തിട്ടില്ല. ആ സീറ്റ് നിലനിർത്തണം. ഞാൻ തുടങ്ങി വെച്ച കോടാനുകോടി രൂപയുടെ വികസനമാണ് പട്ടത്ത് നടത്തിയിട്ടുള്ളത്. ആ പട്ടം വാർഡിന്റെ മുഖച്ഛായ ഇനിയും മാറാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ പട്ടം. അതിലുപരി ശ്രീമതി ആര്യ രാജേന്ദ്രനും ഞാനും നടത്തിയിട്ടുള്ള 5500 കോടി രൂപയിലേറെ വികസനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഭരണസമിതിയെ കൈകോർത്ത് പിടിച്ച് ഇടതുപക്ഷത്തെ ഐക്യവും കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ ലോകത്തിന് മാതൃകയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരംഗമായി ജയിച്ചു വരുന്നത് സ്വന്തം കാലിൽ നിന്നും പാർട്ടി പറയുന്നതനുസരിച്ചും ഇടതുപക്ഷം പറയുന്നതനുസരിച്ച് മക്കളുടെ രാഷ്ട്രീയ ആരോപണമൊക്കെ വരുമോ? അച്ഛന് മാറുമ്പോൾ മകൾക്ക് സീറ്റ് കൊടുക്കുന്ന അവിടെയാണ് ഞാൻ പറഞ്ഞത്. ബാലവേദിയുടെ ജില്ലാ പ്രസിഡന്റ് AISFന്റെ പ്രവർത്തക, AISFന്റെ മണ്ഡല നേതാവ്, AISFന്റെ ജില്ലാ ഭാരവാഹി, AISFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, AYFന്റെ ജില്ലാ കമ്മിറ്റി അംഗം, CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗം. അതിന് അങ്ങനെ ഒരിക്കലും വരും. ഒരു പ്രവർത്തകയ്ക്ക് അങ്ങനെ വരാമല്ലോ, അങ്ങനെ വരണം. അങ്ങനെ അല്ലാതെ ഒരു മക്കളുടെ രാഷ്ട്രീയം ഒന്നുമല്ല അതിനകത്ത്. കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിക്കുക, ഇടതുപക്ഷ ഐക്യം കാത്തു സൂക്ഷിക്കുക. അതുതന്നെയാണ് PK രാജുവിന് മകളോട് പട്ടത്തെ പുതിയ സ്ഥാനാർത്ഥിക്ക് നൽകാനുള്ള ഉപദേശം. CPMന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മാധ്യമ പ്രവർത്തകയുമുണ്ട്. 25-കാരിയായ പാർവതി അഭിഭാഷകയും കൂടിയാണ്. CPMന്റെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. പാർവതി ഗൗരീശ്വട്ടം വാർഡിലാണ് പാർവതി മത്സരിക്കുന്നത്. എന്താണ് പാർവതിയുടെ ഒരു മാധ്യമ പശ്ചാത്തലം പറയുന്നത്? ഞാൻ കൈരളിയിലുണ്ടായിരുന്നു 1 വർഷത്തോളം. ഇപ്പൊ ദേശാഭിമാനിയിലാണ്. ദേശാഭിമാനിയിൽ കയറിയിട്ട് കുറച്ച് നാളെ ആവുന്നുള്ളൂ. എന്നാലും ഞാൻ അഭിഭാഷകയാണ്. ഞാൻ പഠിച്ചത് LLB ആണ്. ഞാൻ അതിന് ശേഷം ജേർണലിസം പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ജേർണലിസം പഠിച്ച് ശേഷം മാധ്യമപ്രവർത്തന രംഗത്തോട്ട് വന്നതാണ്. ഒരു ബന്ധം കൂടെ മാധ്യമ രംഗത്തുണ്ടല്ലോ. എന്റെ ചേട്ടനുണ്ട്. ചേട്ടൻ ETV ഭാരത് റിപ്പോർട്ടറാണ്. ചേട്ടനും ഇവിടെ ഉണ്ട്. ഗിരീഷേട്ടൻ വാർഡ് എങ്ങനെയാണ് CPM ജയിക്കാവുന്ന വാർഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്? ഗിരീഷേട്ടൻ വാർഡിൽ നല്ല വിജയപ്രതീക്ഷയുണ്ട്. അത്യാവശ്യം നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നല്ലപോലെ എത്തിയിട്ടുള്ള വാർഡാണ്. പുതിയതായിട്ട് രൂപപ്പെട്ട വാർഡാണ്. മുൻപ് അതെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ മുൻപ് ഈ വാർഡ് മെഡിക്കൽ കോളേജ് വാർഡായിരുന്നു. ഞങ്ങളുടെ വാർഡ് കൌൺസിലറായിരുന്ന DR അനിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം എത്തിയിട്ടുള്ളൊരു
വാർഡ് തന്നെയാണ്. ഗൗരീശവട്ടത്തെ എല്ലാ ജനങ്ങൾക്കും അതറിയാം. അപ്പം ഞാൻ DYFI വഴി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള മേഖലയാണ്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. DYFIയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു? ഇല്ല, DYFIയുടെ ഭാരവാഹിത്വത്തിനുണ്ടായിരുന്നില്ല. ഞാൻ യൂണിറ്റ് സെക്രട്ടറി വരെ ഉണ്ടായുള്ളൂ. SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ബാക്കി വരുന്നത് നമുക്ക് ഒരു 5 വർഷം കൊണ്ട് ഒരു വാർഡ് മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കി വരുന്നതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രായം കുറഞ്ഞ ആളുകൾ ഒന്നുകൂടിയാണ് പാർവതി. 25 എത്ര വയസ്സായി? 25 വയസ്സായി. പാർട്ടി ഇത്ര ചെറുപ്പത്തിന് ഒരു ഉത്തരവാദിത്വം പ്രതീക്ഷിച്ചിരുന്നു? അതെ, പാർട്ടിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുക എന്നത് എന്റെ മേലുള്ള ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും നിറവേറ്റുന്നു തന്നെയാണ്. പശ്ചാത്തലവും CPM ആണ് അല്ലേ? അച്ഛനും? അതെ, അച്ഛൻ ദേശാഭിമാനി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അപ്പൂപ്പനും അങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ആ നാട്ടിലെ പ്രവർത്തകർ തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം ഒരുപാട് അറിയുന്നവർ തന്നെയാണ്. CPM പാർട്ടി കുടുംബമാണ്. അതുപോലെ തന്നെ മാധ്യമ പശ്ചാത്തലത്തിൽ നിന്നുമാണ് പാർവതി വരുന്നത്. ഏതായാലും പാർവതി ഗൗരീശവട്ടം ഒരു ഇടവേളയ്ക്ക് ശേഷം വാർഡ് വീണ്ടും വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാർഡാണ്, അത് പിന്നീട് ഇല്ലാതായി. ഇപ്പോൾ വീണ്ടും ഗൗരീശവട്ടം വാർഡ് വരുമ്പോൾ അത് പിടിക്കാൻ CPM ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകയാണ്, നിയമ വിദ്യാർത്ഥിനിയാണ്. നിയമം പഠിച്ചു കഴിഞ്ഞു അല്ലേ? നിയമം പഠിച്ച അഡ്വക്കേറ്റ് കൂടിയായ പാർവതിയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് പാർവതിക്കും പറയാനുള്ളത്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര ഗുരുതരാവസ്ഥയിൽ. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ താരം ചികിത്സയിലാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ നടൻ മരിച്ചെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെതിരെ മകൾ രംഗത്തെത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ധർമ്മേന്ദ്രയ്ക്ക് X വഴി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നവംബർ 1-നാണ് ധർമ്മേന്ദ്രയെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്നലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. നില ഗുരുതരമായതോടെ താരത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നാലെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ ഉൾപ്പെടെ ബോളിവുഡിലെ പ്രമുഖ താരങ്ങൾ ആശുപത്രിയിലേക്കെത്തി. പങ്കാളിയും ലോക്സഭാ MPയുമായ ഹേമ മാലിനിയും സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ അടക്കമുള്ള 6 മക്കളും ധർമ്മേന്ദ്രയ്ക്കൊപ്പം തന്നെയുണ്ടായിരുന്നു. ഇതിനിടെ ഇന്ന് രാവിലെയോടെയാണ് ധർമ്മേന്ദ്ര മരിച്ചെന്ന അഭ്യൂഹങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പല ദേശീയ മാധ്യമങ്ങളും വിഷയം ഏറ്റുപിടിച്ചു. പിന്നാലെ ചിരഞ്ജീവി, ജാവേദ് അക്തർ പോലുള്ള പ്രമുഖർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ധർമ്മേന്ദ്രയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും താരത്തെ അനുശോചിച്ചു. എന്നാൽ എല്ലാ അഭ്യൂഹങ്ങളും തള്ളിക്കളഞ്ഞ് ധർമ്മേന്ദ്രയുടെ മകൾ ഇഷ ഗുപ്ത രംഗത്തെത്തി. മാധ്യമങ്ങൾ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുവെന്നും പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നുവെന്നും ഇവർ അറിയിച്ചു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. പിന്നാലെ ക്ഷുഭിതയായി ഹേമ മാലിനിയും രംഗത്തെത്തി. പൊറുക്കാനാകാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ചികിത്സയോട് പ്രതികരിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ചാനലുകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നെന്നും അവർ Xൽ കുറിച്ചു. സംഭവം വിവാദമായതോടെ രാജ്നാഥ് സിംഗ് തന്റെ അനുശോചന പോസ്റ്റ് പിൻവലിച്ചു. ബോളിവുഡിലെ പൗരുഷത്തിന്റെ പ്രതീകമായ താരമാണ് ധർമ്മേന്ദ്ര. 89-ാം വയസ്സിലും സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം സജീവമാണ്. ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ച 21 എന്ന ചിത്രം ഡിസംബർ 25-ന് പുറത്തിറങ്ങും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,565, പവന് 76,560. വെള്ളി ഗ്രാമിന് 167, കിലോയ്ക്ക് 1,67,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു.